ശ്രീ ഡോക്ടർ എൻ ജയരാജ്, അങ്ങേക്ക് 3 മിനിറ്റ് സംസാരിക്കാം. സർ, ബഹുമാന്യായ അംഗം ശ്രീ എം വിജയൻ അവതരിപ്പിച്ച ഈ ഉപക്ഷേപത്തെ ഞാൻ പിന്താങ്ങുകയാണ്. സർ, സൗത്ത് ആഫ്രിക്ക യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസിൽ നെൽസൺ മണ്ടേല പറഞ്ഞ മനോഹരമായ ഒരു വാക്ക് കുറിച്ചിട്ടുണ്ട്. Destroying any nation does not require the use of atomic bombs or the use of long-range missiles. It only requires lowering the quality of education and allowing cheating in the examinations by the students. അവസാനത്തെ വാചകം വളരെ പ്രസക്തമാണ് ഇന്നിവിടെ അവതരിപ്പിച്ച ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട്. ചീറ്റിംഗ് ദ സ്റ്റുഡൻസ് ഇൻ ദ എക്സാമിനേഷൻസ്. അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്ന വാചകം കൂടി പറഞ്ഞുകൊണ്ട് ദ കൊളാപ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ദ കൊളാപ്സ് ഓഫ് എ നേഷൻ എന്ന് അദ്ദേഹം അർത്ഥശങ്കയില്ലാതെ പറയുന്നു. യഥാർത്ഥത്തിൽ ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ വിഷയം ഏകദേശം 19,900 സീറ്റുകൾക്ക് വേണ്ടി 706 മെഡിക്കൽ കോളേജുകളിലേക്ക് നടക്കുന്ന ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരീക്ഷ എന്ന് തന്നെ പറയാവുന്ന മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ചോയ്സ് ക്വസ്റ്റ്യൻ്റെ രീതിയിൽ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ രീതിയിലുള്ള ഈ പരീക്ഷയുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരുപാട് ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ കടന്നു വരികയുണ്ടായി. യഥാർത്ഥത്തിൽ നീറ്റ് എന്നുള്ള വാക്കിന് മറ്റൊരു പര്യായമാണ് ഇപ്പോൾ പറയേണ്ട ഒരു സാഹചര്യം. സാർ, ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ വളരെ ബോധപൂർവമായി നമ്മൾ പലപ്പോഴും ഇവിടെ സംസാരിക്കുന്ന പോലെ എല്ലാ മേഖലകളിലേക്കുമുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടന്നുകയറ്റം കൂടി ഞാൻ കാണുകയാണ്. കാരണം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ വളരെ നന്നായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തിയിരുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാടിൻ്റെ ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കുക എന്നുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ആ എൻട്രൻസ് എക്സാമിനേഷൻ ഉൾപ്പെടെ കേന്ദ്രത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്ന് അതൊരു പ്രത്യേക ഏജൻസിയെ നിയമിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ നടപ്പാക്കാൻ തീരുമാനിച്ചത്. സത്യത്തിൽ ഇത് കേന്ദ്രത്തിൻ്റെ മറ്റൊരു കടന്നുകയറ്റത്തിൻ്റെ പ്രതീകമായി കാണാതിരിക്കാൻ കഴിയുക. രണ്ടാമത്തെ വിഷയം ഇതുമായി ബന്ധപ്പെട്ട സമയക്കുറിപ്പില്ല. വിദ്യാർത്ഥികൾക്ക് 2 തരത്തിൽ നമ്മുടെ സംസ്ഥാന സിലബസും അതോടൊപ്പം തന്നെ നാഷണൽ സിലബസ് 2 തരത്തിലുള്ള സിലബസുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പരീക്ഷകൾ വരുന്ന ക്വസ്റ്റ്യൻ പലപ്പോഴും ഈ കേന്ദ്രത്തിൻ്റെ സിലബസ് അനുസരിച്ചുള്ള കേന്ദ്ര വിദ്യാലയങ്ങളുടെ സിലബസ് അനുസരിച്ചാണ് കുട്ടികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള സത്യത്തിൽ ഈ പരീക്ഷകൾ ക്രമമായും കൃത്യമായും നടക്കുവാൻ ഒരു ഫോറൻസിക് ആൻഡ് ടെക്നിക്കൽ ഓഡിറ്റ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ നടപ്പാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാര്യത്തിലുള്ള ആശങ്ക ഞാൻ പങ്കുവെക്കുകയാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും ഈ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ കോച്ചിങ് സെൻറ്ററുകളുടെ അമിതമായ കടന്നുവരവാണ് ഈ മേഖലയിലെ പ്രശ്നമുണ്ടാക്കിയതിലെ വളരെ പ്രധാനപ്പെട്ട വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബില്ല് ഞാൻ നിയമസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഗൗരവമായൊരു വിഷയം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിനൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. സുതാര്യവും നിഷ്പക്ഷവും നീതിപൂർവമായ രീതിയിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ച് ഈ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കണം. അതിന് ഒരിക്കൽ കൂടി ഉപക്ഷേപത്തെ പ്രയോജനപ്രദമാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ഞാനതിനെ പിന്താങ്ങിക്കൊണ്ട് വാക്ക് നിർത്തുന്നു. നന്ദി.